സാധാരണ ഒരു സോംബി സിനിമ കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത പേടി തോന്നാറുണ്ട് അല്ലേ? പക്ഷെ ഈ ഒരു സിനിമ മൊത്തം കോമഡിയാണ്. യെസ്, 2019 പുറത്തിറങ്ങിയ സോംബി ഫോർ സെയിൽ എന്ന കൊറിയൻ സിനിമയുടെ കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. സിനിമയുടെ തുടക്കത്തിൽ പൂട്ടിയിട്ട ഒരു റിസർച്ച് സെൻ്ററാണ് കാണിക്കുന്നത്. അവിടെ പുതുതായി ഒരു മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ആ മരുന്ന് ടെസ്റ്റ് ചെയ്ത് ഒരു വൈറസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ച് സെൻ്റർ അടച്ചു പൂട്ടിയെന്ന് പറഞ്ഞ് ഒരു ന്യൂസും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് കൊണ്ട് വൈറസ് ബാധിച്ച ഒരു സോംബി ഡ്രൈനേജിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വന്നു. ഇവനാണ് ഈ സിനിമയിലെ നമ്മുടെ നായകൻ ജോങ്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ഒരു കാറ് റോഡിലൂടെ സ്പീഡിൽ വരികയായിരുന്നു. ആ റോഡിൽ 2 ഷാർപ്പായിട്ടുള്ള ആണികൾ കിടക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കാതെ ആ കാറുകാരൻ ആണിയുടെ മുകളിലൂടെ കാറ് കയറ്റി കാറിന് ബാലൻസ് കിട്ടാതെ പാലത്തിന്റെ കൈവരിയിൽ ചെന്നിടിച്ചു നിന്നു. പെട്ടെന്ന് അവിടേക്ക് ഒരു റിക്കവറി വാൻ വന്നു. നല്ല മഴയുണ്ടായിരുന്നു. ഈ വാനിൽ വന്നയാള് കാറിന്റെ ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കാറിനകത്തിരിക്കുന്നവർ ഡോറ് തുറക്കാൻ സമ്മതിച്ചില്ല. എന്നിട്ട് നിങ്ങളാരാ, എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് കാറുകാരൻ ചോദിക്കുന്നതിന് വാൻ ഡ്രൈവറും, സർ ജസ്റ്റ് മിസ്സിനാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ താഴെ കൊക്കയിലുണ്ടായിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇവിടെ അടുത്താണ് എന്റെ മെക്കാനിക് ഷോപ്പ് ഉള്ളത്, അവിടേക്ക് കൊണ്ടുപോയി ഞാൻ നിങ്ങളുടെ കാർ റെഡിയാക്കി തരാം, എന്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞ് ഈ കാറ് ഇവൻ റിക്കവറി വാനിൽ അവന്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയി. നെക്സ്റ്റ് ഡേ രാവിലെ ആയപ്പോഴേക്കും കാറ് റെഡിയാക്കി വലിയൊരു തുക തന്നെ ബില്ലായി കാറുകാരന് കൊടുത്തു. ആ ബില്ല് കണ്ട് കാറുകാരന് ഹാർട്ട് അറ്റാക്ക് വരാഞ്ഞത് ഭാഗ്യം. അത്രയും വലിയൊരു എമൗണ്ട് ആയിരുന്നു അതിൽ എഴുതിയിരുന്നത്. ഇപ്പോൾ കാറുകാരനും എന്തിനാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ബില്ലിൽ എഴുതിയതെന്ന് ചോദിച്ചതും ആ സമയത്താണ് നമ്മുടെ നായിക ഹി ഫാം ഹൗസിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത്. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു കൈക്കോട്ടും ചോരയായിട്ടുള്ള ഒരു ചാക്കും ഉണ്ടായിരുന്നു. ഇത് കണ്ട് മെക്കാനിക്കായ അവളുടെ ചേട്ടനും അവളോട്, ഇന്നും കൊന്നോ? ശരി, ആരും കാണാതെ അത് കാട്ടിൽ കുഴിച്ചിട്ടിട്ട് വന്നേക്ക് എന്ന് പറഞ്ഞതും കാറുകാരൻ ഇവര് മനുഷ്യരെ കൊല്ലുന്ന ആൾക്കാരാണെന്ന് കരുതി പേടിച്ചിട്ട് ബില്ലിലുള്ള മൊത്തം എമൗണ്ടും കൊടുത്ത് കാർ എടുത്തുകൊണ്ട് അവിടുന്ന് വേഗം പോയി. ആക്ച്വലി ആ കാറിൽ ഈ ആണികൾ വെച്ചത് തന്നെ ഇവരാണ്. കാരണം ഇങ്ങനെ ചെയ്ത വണ്ടികൾ റിപ്പയർ ആയി ഇവര് തന്നെ ഇവരുടെ മെക്കാനിക് ഷോപ്പിലേക്ക് വണ്ടിക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് വണ്ടി റെഡിയാക്കി വലിയൊരു ബില്ലിട്ട് വണ്ടിക്കാരെ പറ്റിച്ച് കാശ് വാങ്ങും. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ പരിപാടികളെല്ലാം അവർ ചെയ്യുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ നായകൻ ജോങ്ങിനെ കാണിക്കും. റിസർച്ച് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന ഇവന് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഓപ്പോസിറ്റ് ആയിട്ട് 2 സ്ത്രീകൾ നടന്നു വരുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും ജോങ് സോംബിയാണല്ലോ, സോ ഓടി അവരെ പോയി കടിക്കാൻ നോക്കിയതും ഈ 2 സ്ത്രീകളും ഇവനെ ഒരു സോംബി പോയിട്ട് മനുഷ്യനായിട്ട് പോലും കണക്കാകാതെ മാറി നടന്നു. എന്നിട്ട് ഇവൻ ഏതാ രാവിലെ തന്നെ കള്ളും കുടിച്ച് നമ്മുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ പാട്ടിന് അവിടുന്ന് നടന്നുപോയി. അത് മാത്രമല്ല, ആ നാട്ടിൽ ചെറിയ കുട്ടികൾ പോലും ജോങ്ങിന്റെ അടുത്ത് വന്ന് കല്ലെറിഞ്ഞ് കളിക്കുന്ന സമയത്ത് ജോങ് അവരെ കടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആ കുട്ടികൾ വീണ്ടും ഓടി കളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജോങ് നടന്ന് ഒരു ഗ്രാമത്തിലെത്തി. അപ്പൊ അവിടെ ഒരു ഡോഗ് ഇവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ജോങ്ങും, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ, ഞാൻ സോംബിയാണെന്ന രീതിയിൽ അവനും ഡോഗിനെ നോക്കി മുരളാൻ തുടങ്ങി. ഇപ്പൊ ഡോഗിന് ദേഷ്യം വന്ന് ഇവനെ ഓടിച്ചു. ഇവൻ നല്ല സ്പീഡിൽ ജീവനും കൊണ്ടോടി. എന്നിട്ട് അവിടെയുള്ള ഒരു വീടിന്റെ ടോയ്ലറ്റിൽ കയറി ഒഴിച്ചു. അപ്പൊ ആ വീട്ടില് പ്രായമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ സൗണ്ട് കേട്ട് ടോയ്ലറ്റിൽ ആരാണെന്ന് വന്ന് നോക്കി. അവിടെ നമ്മുടെ ജോങ് നിൽക്കുന്നത് കണ്ട്, നീ ആരാടാ, എന്റെ ടോയ്ലറ്റിനകത്ത് നിനക്കെന്താ കാര്യമെന്ന് ചോദിച്ച് അവനെ അടിച്ചു. കുറെ അടി കിട്ടിയ ശേഷം ഒരു സോംബിയാണെന്ന മര്യാദ പോലും തരാതെ അടിക്കാണോ എന്ന രീതിയിൽ നോക്കി ജോങ് ആ വയസ്സിനെ പിടിച്ച് കടിച്ച് അവിടുന്ന് ഓടിപ്പോയി. അതിനുശേഷം ഹീയെ കാണിക്കും. അവള് റോഡിലൂടെ നടന്നു വരികയായിരുന്നു. അപ്പോൾ അതുവഴി വന്നുകൊണ്ടിരുന്ന ജോങ് ഹീയെ കടിക്കാനായിട്ട് ഓടി വന്നു. ഇത് കണ്ട് ഹീയും പേടിക്കാതെ നിന്ന് ജോങ്ങിന്റെ മർമ്മസ്ഥാനത്ത് തന്നെ ഒരു കിക്ക് വെച്ചു കൊടുത്തു. ജോങ് സ്റ്റക്കായി നിന്നുപോയി. പക്ഷെ അപ്പോഴും ജോങ് ഹീയെ നോക്കി സൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. മുൻപ് ജോങ്ങിനെ ഓടിച്ചോടിരുന്ന ഡോഗ് വീണ്ടും ഇവന്റെ അടുത്തേക്ക് ഓടി വന്നതും ഹിയോ അത് കണ്ട് ഓടാൻ ആരംഭിച്ചു. അവളുടെ പിന്നാലെ ജോങ് ഓടി. അപ്പോഴാണ് ഹിയുടെ 2ാമത്തെ ചേട്ടൻ അവിടേക്ക് പെട്ടിയെല്ലാം തൂക്കി വേറെ എവിടുന്നോ വന്നത്. ഹിയെ കണ്ട് അനിയത്തിയെന്ന് വിളിച്ച് ഹഗ് ചെയ്യാനായിട്ട് നിന്നെങ്കിലും ഹി അത് ശ്രദ്ധിക്കാതെ അവിടുന്ന് ഓടിക്കൊണ്ടിരുന്നു. അവളുടെ പിന്നിലായി സോംബിയായ ജോങ്ങും ഓടി വരുന്നത് കണ്ട് ഈ ചേട്ടൻ ജൂനും ഹീന്റെ പിന്നാലെ ഓടി. എന്നിട്ട് ഓടിക്കൊണ്ടേ ഹിയോട് ജൂൻ, ഇവൻ ഏതാ, എന്തിനാ നമ്മളെ ഇട്ട് ഇങ്ങനെ ഓടിക്കുന്നതെന്ന് ചോദിച്ച് ഓടിക്കൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഹീ നിലത്ത് വീണതും ജോങ് അവളെ കടിക്കാനായിട്ട് അടുത്തെത്തിയിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഹീയുടെ മൂത്ത ചേട്ടൻ, അതായത് മെക്കാനിക് ചേട്ടൻ, റിക്കവറി വാനിൽ വന്ന് ജോങ്ങിനെ ഇടിച്ചിട്ടു. ജോങ് തെറിച്ച് അവിടെയുള്ള ഒരു വയലിൽ ചെന്ന് വീണു. ഈ മെക്കാനിക് ചേട്ടനാണെങ്കിൽ ഇത് കൊലക്കേസാവും, ഞാൻ ജയിലിൽ പോകും എന്നൊക്കെ പേടിച്ച് പെറുപിറുത്തോണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജോങ് വീണടുത്ത് നിന്ന് പതുക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. ഈ ചേട്ടനും, അനിയ വണ്ടിയുടെ ബ്രേക്ക് കുറവായിരുന്നു, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിളിച്ച് ചോദിച്ചെങ്കിലും ജോങ് പേടിച്ചിട്ട് തിരിഞ്ഞവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് ഓടിപ്പോയി. പക്ഷെ ഇവര്
വീട്ടിലേക്ക് വന്ന ശേഷവും മെക്കാനിക് ചേട്ടൻ പേടിച്ച് അവനെന്റെ മുഖം ശരിക്കും ഓർമ്മയുണ്ടാവും, ഞാൻ ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു സൈറൻ സൗണ്ട് കേട്ടതും പോലീസ് വന്നെന്ന ടെൻഷനിൽ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അതൊരു ആംബുലൻസ് ആയിരുന്നു. സിനിമയുടെ തുടക്കത്തിൽ ജോങ് ഒരു വയസ്സിനെ കടിച്ചിരുന്നല്ലോ, അയാൾ നമ്മുടെ ഹീയുടെയും ചേട്ടന്മാരുടെയും അച്ഛനാണ്. ജോങ് കടിച്ചത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി തലയിൽ വലിയ കെട്ടെല്ലാം കെട്ടി ആംബുലൻസിൽ പുള്ളിക്കാരൻ വന്നതായിരുന്നു. അച്ഛന്റെ തലയിലെ കെട്ട് കണ്ട് മൂത്ത മകൻ മെക്കാനിക്ക് വന്ന് എന്തു പറ്റിയച്ചാ, വല്ല നായും കടിച്ചു എന്ന് ചോദിച്ചതിന് അച്ഛനും നായല്ല ഒരു ഭ്രാന്തം വന്ന് കടിച്ചതാണെന്ന് പറഞ്ഞ് അയാളുടെ വണ്ടിയിൽ പോയി കിടന്നു. അങ്ങനെ രാത്രിയായി. ഈ അച്ഛന് വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. ഫാൻ ഓൺ ചെയ്ത് അതിന് മുന്നിൽ നിന്നിട്ട് പോലും വിയർത്തുകൊണ്ടിരുന്നു. അതേസമയം ഇപ്പുറത്ത് കാറിലിരിക്കുന്ന ഹീക്ക് ഫാം ഹൗസിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അവള് പതുക്കെ പോയി നോക്കിയപ്പോൾ ജോങ് ഫാം ഹൗസിന്റെ അകത്തിരുന്ന് എന്തോ തിന്നോണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് വന്ന അച്ഛനും ആരാ മോളെ ഇതെന്ന് ചോദിച്ച് ലൈറ്റ് ഇട്ടതും ദേ നമ്മുടെ ജോങ് ഇരിക്കുന്നു. അവനെ കണ്ടതും നീ വീണ്ടും വന്നു എന്ന് ചോദിച്ച് അച്ഛൻ അവനെ അടിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അവിടേക്ക് വന്ന മെക്കാനിക്ക് ജോങ്ങിനെ ഓടി വന്ന് ചവിട്ടിയതും ജോങ്ങിന്റെ നെഞ്ചിലൂടെ കമ്പി കുത്തി കയറി. എങ്കിലും ജോങ്ങിനൊന്നും സംഭവിച്ചില്ല. അവൻ വീണ്ടും ഇവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇത് കണ്ട് ആ ഫാമിലിയിലെ എല്ലാവരും അലറി വിളിച്ച് ആ ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തു. ജോങ് ഇപ്പോ ഫാം ഹൗസിനകത്താണുള്ളത്. ഇവനെ കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇവൻ ആരാ, അത്രയും വലിയൊരു കമ്പി കുത്തി കയറിയിട്ടും അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഹീയുടെ രണ്ടാമത്തെ ചേട്ടൻ ജൂൺ എനിക്ക് മനസ്സിലായി, എനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് എല്ലാവർക്കും മൊബൈലിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. അത് ട്രെയിൻ ടു പൂഷൻ എന്ന സിനിമയായിരുന്നു. ആ സിനിമയിൽ എങ്ങനെയാണോ സോംബികൾ മനുഷ്യരെ കടിച്ചാൽ അവര് സോംബിയായി മാറുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. ഇപ്പൊ ജോങ് അച്ഛനെ കടിച്ചത് കൊണ്ട് തന്നെ അച്ഛനും സോംബിയായിട്ട് മാറുമെന്ന് കരുതി ഈ മെക്കാനിക്കിന്റെ ഭാര്യ ഫ്രൈങ് പാൻ വെച്ച് അച്ഛനെ തലക്കിട്ടുന്നു കൊടുത്ത് ബോധം കെടുത്തി. എന്നിട്ട് നേരെ അച്ഛനെ എടുത്ത് അച്ഛന്റെ വണ്ടിയിൽ കൊണ്ടുപോയി കിടത്തി. അതിനുശേഷം ജൂൺ നെറ്റിൽ സെർച്ച് ചെയ്ത് സോംബികളെ കുറിച്ചുള്ള പോയിന്റ്സ് നോട്ട് ചെയ്തു വെച്ചു. നെക്സ്റ്റ് ഡേ അതെല്ലാം ഫാമിലിയിലുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. സോംബി ആയിട്ട് മാറുന്ന ഒരാൾക്ക് വല്ലാതെ വിയർക്കും, അപസ്മാരം പോലെ വിറയിലുണ്ടാവും. അതിനുശേഷം അവർ മരിക്കും. മരിച്ച ശേഷം അവർക്ക് വീണ്ടും ജീവൻ വരും. അങ്ങനെയാണ് ഇവർ സോംബികളായിട്ട് മാറുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ആക്ച്വലി ഇവൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ അച്ഛന് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടനും ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതിന് ജൂണും നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല, നമ്മുടെ അച്ഛൻ കുറച്ചായി സോംബി ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും, സോ അച്ഛനെ കൊല്ലുന്നത് മാത്രമേ നമുക്ക് വഴിയായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം അച്ഛനും അയാളുടെ വണ്ടിയിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് വന്നതും മക്കളെല്ലാവരും അച്ഛൻ സോംബി ആയിട്ട് മാറി, നമ്മൾ എല്ലാവരും കടിക്കെന്ന് പറഞ്ഞ് എല്ലാത്തിനും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പാവ അച്ഛൻ ഒരു കോട്ടുവായി ഇടാൻ വാ തുറന്നതും അച്ഛൻ സോംബി ആയതുകൊണ്ടാണ് ഇങ്ങനെ വാ തുറക്കുന്നതെന്നും പറഞ്ഞ് ഒരു ബോട്ടിലെടുത്ത് ജൂൺ അച്ഛന്റെ തലക്കിട്ടടിച്ചു. ആക്ച്വലി ഈ അച്ഛൻ ഇപ്പോഴും സോംബി ആയിട്ട് മാറിയിരുന്നില്ല. സോ മെക്കാനിക്കൻ ജൂണിനോട് ഇങ്ങനെ പോയാൽ നമ്മുടെ അച്ഛനെ നീ തന്നെ കൊല്ലുമല്ലോ എന്നും പറഞ്ഞ് അനിയനെ വീട്ടിൽ നിന്നോ അടിച്ചിറക്കി. അതിനുശേഷം ഹീയെ കാണിക്കും. ജോങ്ങിനെ ഇപ്പോഴും അവരുടെ ഫാം ഹൗസിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവൾ അവിടേക്ക് വന്ന് മുയലിന് കൊടുക്കാൻ വെച്ചിരുന്ന ക്യാബേജ് എടുത്ത് ജോങ്ങിന് നേരെ നീട്ടി. അവരും അത് വാങ്ങി തിന്നാൻ തുടങ്ങി. എന്നിട്ട് ഹീയും ഞാൻ നിനക്ക് തിന്നാൻ ക്യാബേജ് തന്നില്ലേ, ഇപ്പോഴെങ്കിലും വായൊന്ന് തുറന്ന് നിന്റെ പേരെങ്കിലും പറയുന്നു പറഞ്ഞെങ്കിലും ജോങ് ഒന്നും മിണ്ടിയില്ല. അവൻ സാവധാനത്തില് ആ ക്യാബേജ് തിന്നു. ഹീയും സോംബെ എന്ന് അവന് പേരിട്ട് അവന്റെ ബനിയിൽ ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ അവിടേക്ക് അവളുടെ ചേട്ടത്തിയും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹീയോട് നീ പുറത്തേക്ക് പോയിക്കോ, എനിക്ക് ഇവിടെ ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഒരു കട്ടിംഗ് പ്ലെയറുമായിട്ട് നിന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പോ അച്ഛനെ കാണിക്കും. അയാൾക്ക് ചുറ്റും അയാളുടെ വയസ്സന്മാര് ഫ്രണ്ട് കൂടി നിൽക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ അച്ഛനെ കാണാൻ കുറച്ച് പ്രായം കുറഞ്ഞതുപോലെയുണ്ട്. ഇത് കണ്ട് അയാളുടെ ഫ്രണ്ട്സും ഇതെങ്ങനെ സംഭവിച്ചു, നീ എന്താ കഴിച്ചത്, എങ്ങനെ ഇത്ര പെട്ടെന്ന് നീ ഇങ്ങനെ പ്രായം കുറഞ്ഞതുപോലെ ആയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ അവിടെയുള്ള കണ്ണാടിയിൽ മുഖം നോക്കി സന്തോഷത്തില് ജോങ്ങിനെ കാണാനായിട്ട് ഓടി വന്നു. എന്നിട്ട് മോനെ നീ എവിടെ നിന്നാണ് വന്നത് എന്നും ചോദിച്ച് നീ കടിച്ചത് കൊണ്ട് ഞാൻ ചെറുപ്പമായി എന്നും പറഞ്ഞ് സന്തോഷത്തിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഈ അച്ഛന്റെ രണ്ട് ആൺമക്കളും അവിടെ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജൂൺ നമ്മുടെ അച്ഛൻ സോംബിയായിട്ട് മാറി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്, അച്ഛനെ കൊല്ലണമെന്ന് വീണ്ടും പറഞ്ഞതും അച്ഛനെയല്ല നിന്നെയാണ് കൊല്ലേണ്ടതെന്നും പറഞ്ഞ് ചേട്ടൻ ജൂണിനെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വേറൊരു വയസ്സിനും കാണുന്നുണ്ട്. എന്നിട്ട് ഹീയുടെ അച്ഛൻ പുറത്തേക്ക് വന്നതും ഇങ്ങനെ പെട്ടെന്ന് ചെറുപ്പക്കാരനാകാൻ നീ എന്താ ചെയ്തത്, എനിക്കോടൊന്ന് പറഞ്ഞതാ, ഇപ്പോഴാണ് എനിക്കും ഒരു ചെറുപ്പക്കാരിക്കും തമ്മിൽ കല്യാണം ഉറപ്പിച്ചത്, ഈ പ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, അതുകൊണ്ട് പ്ലീസ് നീ എങ്ങനെയാണ് ചെറുപ്പക്കാരനായത് എന്നൊന്ന് പറയുന്നു പറഞ്ഞു. പക്ഷെ ഈ അച്ഛൻ പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ വയസ്സൻ ഫ്രണ്ട് അച്ഛനോട് ഹവായിക്ക് പോകണമെന്ന് നിന്റെ വലിയൊരു ആഗ്രഹമല്ലേ, അതിന്റെ ടിക്കറ്റ് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞതും അച്ഛൻ ടിക്കറ്റ് കിട്ടുമെന്ന ആഗ്രഹത്തില് രാത്രിയില് നീ ഒറ്റയ്ക്ക് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ജൂൺ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ അച്ഛൻ പെട്ടെന്ന് തന്നെ ഹവായിക്ക് പോകാനുള്ള പെട്ടികളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അയാളുടെ വണ്ടിയുടെ ഡോറിന് ആരൊക്കെയോ തട്ടുന്നുണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോൾ ആ നാട്ടിലെ വയസ്സന്മാരെല്ലാം കയ്യിൽ പണവുമായിട്ട് വന്നിട്ട് ഞങ്ങളും പണം തരാം, ഞങ്ങൾക്ക് ചെറുപ്പമാവണമെന്ന് പറഞ്ഞു. ഈ അച്ഛനും പണക്കൊതി കൊണ്ട് വന്ന വയസ്സന്മാർ
വയസ്സന്മാരെല്ലാം കൂട്ടി ജോങ്ങിനെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കിയതും ജോങ്ങിനെ അവിടെ കാണുന്നില്ലായിരുന്നു. ആക്ച്വലി ജോങ്ങിന് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ഓൾറെഡി ജൂൺ അവനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് കാശുണ്ടാക്കാമെന്ന് കരുതി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിരുന്നു. ആ സമയം പോലീസ് ഇവന്റെ വണ്ടിയും മട്ടും ഭാവമെല്ലാം കണ്ട് സംശയം തോന്നി വണ്ടി പരിശോധിച്ചതിൽ ഒരു പെട്ടിയിലെ ജോങ്ങിനെ കയ്യും കാലും വായുമെല്ലാം കെട്ടിയിട്ട് കിടത്തിയത് പോലീസ് കണ്ടെത്തി. ജോങ്ങിനെ ജൂൺ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന് അവന്റെ മേലൊരു കേസും ഫയൽ ചെയ്ത് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ജൂണിനെ ചോദ്യം ചെയ്ത് ഈ പാവത്തിനെ എന്തിനാ തട്ടിക്കൊണ്ടു പോയതെന്ന് ചോദിച്ച് അവനെ പുതിര തല്ലി. ജോണും ജൂങ്ങിനോട് ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വാ തുറന്ന് പറയടാ എന്ന് പറഞ്ഞ് ജൂണും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ജൂൺ ഒന്നും സംസാരിച്ചില്ല. ആ സമയം അവിടേക്ക് അച്ഛൻ വന്ന് നീ എങ്ങനെയാ മോനെ പോലീസ് സ്റ്റേഷനിൽ വന്നത് എന്ന് ചോദിച്ചു. ജൂങ്ങും അച്ഛൻ അവനെ രക്ഷിക്കാൻ വന്നല്ലോ എന്ന സന്തോഷത്തില് അച്ഛാന്ന് വിളിച്ചതും ആരാടാ നിന്റെ അച്ഛൻ, നീ എന്റെ മകനല്ല അവനാണ് എന്റെ മകനെന്നും പറഞ്ഞ് ജോങ്ങിനെ കൂട്ടിക്കൊണ്ടുപോകും. ജൂൺ വേറെ വഴിയില്ലാതെ പോലീസിനോട് സാർ അവൻ എന്റെ അനിയനാണ്, തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞതും പോലീസും ജൂണിനെ വാൺ ചെയ്ത് വിട്ടയച്ചു. അതിനുശേഷം വീണ്ടും ജോങ്ങിനെ ഫാം ഹൗസിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവന് ക്യാബേജ് തിന്നാൻ കൊടുത്തു. എന്നാൽ അവനത് തിന്നില്ല. എങ്കിൽ ഹി ആ ക്യാബേജിന് മുകളിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതും അവനത് തിന്നാൻ തുടങ്ങി. പക്ഷെ അവനെ കൊണ്ട് അത് കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഹി അവന്റെ വായിലേക്ക് നോക്കിയതും അവൾ ഷോക്കായി. അതേസമയം ഇപ്പുറത്ത് രണ്ട് മക്കളും അച്ഛനോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് അച്ഛനും ഞാൻ ഹവായിക്ക് പോകണമെന്ന് ആഗ്രഹം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്റെ മരുമകളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ അവനെ ഉപയോഗിക്കാമെന്ന് കരുതിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹി അവിടേക്ക് വന്ന് പെട്ടെന്ന് എല്ലാവരും വാ എന്ന് പറഞ്ഞ് വിളിച്ചതും എല്ലാവരും വന്ന് ജോങ്ങിനെ നോക്കി. അവന്റെ വായിൽ ഒരു പല്ലു പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട അച്ഛന്റെ തലയിൽ ഇടി വീട്ടിയതുപോലെ തോന്നി. കാരണം ജോങ്ങിനെ കൊണ്ട് കടുപ്പിച്ച് കാശ് വാങ്ങിക്കാമെന്നായിരുന്നല്ലോ ഈ അച്ഛൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോ ജോങ്ങിന് ഒരു പല്ലു പോലും ഇല്ല. പിന്നെ എങ്ങനെ അവനെ കൊണ്ട് കടുപ്പിക്കും, എങ്ങനെ പൈസ ഉണ്ടാക്കും എന്നൊക്കെ ഓർത്ത് തല പുണ്ണാക്കുന്നുണ്ട്. എന്നിട്ട് ഇവന്റെ വായിലെ പല്ല് ആരാ പറിച്ചത് എന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കി. ആക്ച്വലി ഇവന്റെ പല്ല് പറിച്ചത് മെക്കാനിക്കിന്റെ ഭാര്യയാണ്. പക്ഷെ അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നതിന്റെ റീസൺ അറിയില്ല. ചിലപ്പോ ഇവൻ മറ്റുള്ളവരെ കടിക്കണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. ഇപ്പൊ ഈ അച്ഛന്റെ ഫ്രണ്ട്സ് എല്ലാം കടി വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് അച്ഛന് ഒരു ഐഡിയ തോന്നിയത്. ജോങ്ങിന് ഒരു വെപ്പുപല്ല് വെച്ച് കൊടുത്തിട്ട് അത് വെച്ച് വയസ്സായവരെ കടിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷെ ജോങ് അവരുടെ കൈയൊന്നും കടിച്ചില്ല. ഇതിനു മുൻപ് ക്യാബേജ് കഴിക്കാതിരുന്നപ്പോ ഈ ക്യാബേജിന് മുകളിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തതും ജോങ് അത് കഴിച്ചിരുന്നല്ലോ. ഇപ്പൊ അതോർത്ത് ഓരോരുത്തരുടെയും കയ്യിൽ സോസ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ജോങ് എല്ലാ വയസ്സന്മാരുടെയും കൈയും അമർത്തി കടിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പണം കിട്ടി. ആ പണമൊക്കെ ഈ മരുമകള് ഒരു പെട്ടിയിൽ ഭദ്രമാക്കി പൂട്ടി വെക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് ജോങ്ങിന്റെ അടുത്തുനിന്ന് കടി വാങ്ങിയ എല്ലാ വയസ്സന്മാർക്കും ഇപ്പൊ പ്രായം കുറച്ച് കുറഞ്ഞതുപോലെ തോന്നിച്ചു. ഇത് മനസ്സിലാക്കി ഇവർക്ക് സന്തോഷത്തിൽ എന്തൊക്കെ ചെയ്യണം എന്നറിയാതെ ചാടിത്തുള്ളി റോഡിലേക്ക് വന്ന് അവിടെ നിൽക്കുന്ന സ്ത്രീകളെ ആവേശത്തോടെ ഹെൽപ്പ് ചെയ്യുകയും വണ്ടി എടുത്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വീട്ടിലുള്ള മരുമകള് ഉറക്കെ അലറി ബഹളമുണ്ടാക്കി. എന്താന്ന് വെച്ചാ ആ അച്ഛൻ മരുമകള് കൂട്ടിവെച്ചിരുന്ന എല്ലാ പണവും എടുത്ത് ഹവായിക്ക് പോയി. ഇതറിഞ്ഞ ജൂൺ വീണ്ടും ജോങ്ങിനെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും അവന് മുന്നിൽ ചേട്ടത്തി വന്ന് നിന്ന് നിങ്ങളുടെ അച്ഛൻ മൊത്തം പണവും എടുത്തോണ്ട് പോയി, നീ ഇവനെ കടത്തിക്കൊണ്ടുപോയി ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ, അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിച്ചിട്ട് അടിച്ചു. അതിനുശേഷം ഹീക്ക് ഒരു ക്യാബേജ് തോട്ടമുണ്ട്. ആ തോട്ടത്തിലേക്ക് അവൻ ജൂങ്ങിനെ കൂട്ടിക്കൊണ്ടുപോയി. ആ തോട്ടം കണ്ടതും ജൂങ് സന്തോഷത്തിൽ തുള്ളിച്ചാടി അവിടെയുള്ള ക്യാബേജുകളെല്ലാം പറിച്ചു തിന്നാൻ തുടങ്ങി. ഇതെല്ലാം ദൂരെ നിന്ന് ഹീയും നോക്കി രസിക്കുന്നുണ്ട്. അങ്ങനെ ഹീ ജോങ്ങിനോട് നിന്റെ പേരെന്താ, നീ സോംബി തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ജോങ് ഒന്നും സംസാരിക്കാതെ അവളെ നോക്കുക മാത്രമായിരുന്നു ചെയ്തത്. എന്നിട്ട് നീ എന്നോട് എപ്പോ സംസാരിക്കുന്നോ അപ്പോഴേ നിനക്ക് ക്യാബേജ് തരുള്ളൂ എന്നും പറഞ്ഞ് ഹീ അവന്റെ കയ്യിലെ ക്യാബേജ് വാങ്ങി ഓടി. അപ്പൊ ജോങ്ങും അവളുടെ പിന്നാലെ ഓടി വന്നു. അങ്ങനെ ഓടുന്നതിനിടയിൽ രണ്ടുപേരും കാല് വഴുതി വീണ് ഇവര് തമ്മിൽ കണ്ണും നോക്കിയിരുന്നു. ആ സമയം മെക്കാനിക് ചേട്ടൻ വന്ന് ജോങ്ങിനെ ചവിട്ടി മാറ്റി നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എന്റെ അനിയത്തിയെ കടിക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞ് ജോങ്ങിനെ ഒരുപാട് ചീത്ത പറഞ്ഞു. അതിനുശേഷം ഇവിടെ ജോങ്ങിനെ കൊണ്ട് കടിപ്പിച്ച് പലരും ചെറുപ്പമായതറിഞ്ഞ് വേറെയും ചില വയസ്സന്മാര് കത്തിയും വടിയും ഒക്കെ ആയിട്ട് ഇവരുടെ വീടിന് മുന്നിലേക്ക് വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങളും പണം തരാം, അവനെ കൊണ്ട് കടിപ്പിച്ച് ഞങ്ങളെയും ചെറുപ്പമാക്കി തരണമെന്ന് പറഞ്ഞതും മരുമകൾക്ക് വലിയ സന്തോഷമായി. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കി വന്ന വയസ്സന്മാരെ എല്ലാം ജോങ്ങിനെ കൊണ്ട് കടിപ്പിച്ച് പണം വാങ്ങാനും തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും ചെറുപ്പമായി മാറുന്നതിനനുസരിച്ച് ഇവരുടെ പണപ്പെട്ടി നിറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴും ജോങ് ആ ഫാം ഹൗസിൽ തനിച്ച് നിൽക്കുന്നത് ഹീക്കും മെക്കാനിക്കിനും വിഷമം തോന്നിയത് കൊണ്ട് ഈയുടെ അച്ഛൻ താമസിച്ചിരുന്ന വണ്ടിയിലേക്ക് ഇവര് ജോങ്ങിനെ ഷിഫ്റ്റ് ചെയ്ത് താമസിപ്പിച്ചു.
താമസിപ്പിച്ചു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീ ജോങ്ങിനെ ഒരു സണൂണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന് ഹെയർ കട്ടൊക്കെ ചെയ്ത് സുന്ദരനാക്കി. ഹീയുടെ ഫാമിലി ഒരു പെട്രോൾ ബങ്ക് നടത്തിയിരുന്നു. പക്ഷെ പണം ഇല്ലാത്തതുകൊണ്ട് അടച്ചു പൂട്ടിയതാണ്. എന്നാൽ ഇപ്പോ ഒരുപാട് പണം വന്നതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിരുന്ന ആ പെട്രോൾ ബങ്ക് ഇപ്പൊ വീണ്ടും ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിനു മുന്നിൽ നിന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിൽ ജോങ്ങും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഫാമിലിയിൽ എല്ലാവരും ജോങ്ങിനെ അവരുടെ ഫാമിലിയിലെ ഒരാളെ പോലെ തന്നെയാണ് കാണുന്നത്. പക്ഷേ ജോങ് മാത്രം ഇപ്പോഴും ജോങ്ങിനെ ആർക്കോ വിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ഹീയും ഇനിയും ജോങ് ഇവിടെ നിന്ന ഒന്നുകിൽ മറ്റുള്ളവരെ കടുപ്പിച്ച് ഇവനെ വെച്ച് കാശുണ്ടാക്കും, അല്ലെങ്കിൽ ജൂണ് ആർക്കെങ്കിലും ഇവനെ വിൽക്കുമെന്ന് മനസ്സിലാക്കി നെക്സ്റ്റ് ഡേ ജോങ്ങിന് നല്ലൊരു ഡ്രസ് എല്ലാം ഇട്ട് കൊടുത്ത് ഹീ അവളുടെ അമ്മയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇതെന്റെ അമ്മയാണ്, ഞാൻ ജനിച്ചതും അമ്മ മരിച്ചുപോയി, അമ്മയുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല, നാട്ടുകാരെല്ലാവരും ഞാൻ അമ്മയെ കൊന്ന് പുറത്ത് വന്നവളാണെന്ന് പറഞ്ഞ് സംസാരിക്കുമെന്നൊക്കെ അവള് ജോങ്ങിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട ജോങ്ങും ഹീയെ കിസ് ചെയ്യാനെന്ന പോലെ വന്നു. ഇവന് ഫീലിങ്സ് എല്ലാം വന്നു എന്ന് കരുതിയ ഇല്ല. ഹീയുടെ ഷോൾഡറിൽ ഒരു ഇല വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അവൻ ആ ഇല ഊതാൻ വേണ്ടി നോക്കുന്നതാണ്. ഇതെല്ലാം കണ്ടിട്ട് ഹീക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അതേസമയം ഇപ്പുറത്തെ വീട്ടില് ജൂൺ ജോങ്ങിനെ കിഡ്നാപ്പ് ചെയ്യാമെന്ന് കരുതി വണ്ടിയിൽ വന്ന് നോക്കുമ്പോ അവിടെ ജോങ് ഇല്ലായിരുന്നു. അവൻ ഹീയുടെ കൂടെയാണല്ലോ ഉള്ളത്. അവളാണെങ്കിൽ ജോങ്ങിനെ ഒരു സ്കൂൾ കുട്ടിയെ പോലെ റെഡിയാക്കി അവന് പോകുന്ന വഴിയിൽ വിശന്ന കഴിക്കാനായിട്ട് ക്യാബേജും സോസും എല്ലാം ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് പോയി രക്ഷപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഹീ അവിടുന്ന് പോന്നു. പക്ഷെ ജോങ് അവളുടെ പിന്നാലെ തന്നെ വന്നു. അവളും എന്റെ പിന്നാലെ വരണ്ട പോ എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ഓടിപ്പോയി. ജോങ്ങും എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടേ അവിടെ തന്നെ നിന്നു. ഈ അവനെ കാട്ടിൽ വിട്ടിട്ട് പോന്നെങ്കിലും അവൾക്ക് അവനെ പറഞ്ഞയച്ചതിൽ ഒരുപാട് സങ്കടമുണ്ട്. സോ അവനെ ഓർത്ത് അവൾ വല്ലാതെ ഫീലായി. ഇവിടെ ജൂൺ ജോങ്ങിനെ ഒരുപാട് അന്വേഷിച്ച് അവസാനം കണ്ടെത്തി. അങ്ങനെ നിനക്ക് ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ജൂൺ പോയതും ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ജോങ് കടിച്ച വയസ്സന്മാരെല്ലാം ഓരോരുത്തരായി ഇപ്പൊ സോംബികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ചില സോംബികള് ഈ ജൂണിനെ ഓടിച്ചു. അവനും അവിടുന്ന് ജീവനും കൊണ്ടോടി. അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പ്രായം കുറഞ്ഞൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനാവാൻ വന്ന ഒരു വയസ്സനുണ്ടായിരുന്നല്ലോ, അയാളുടെ കല്യാണമായിരുന്നു. ഫംഗ്ഷൻ സമയത്ത് കല്യാണ പെണ്ണിനെ കിസ് ചെയ്യുമ്പോൾ അയാൾ സോംബി ആയിട്ട് മാറി കല്യാണ പെണ്ണിനെയും കടിച്ചു. ജോങ് ഒരുപാട് വയസ്സന്മാരെ കടിച്ചിരുന്നത് കൊണ്ടും അവരെല്ലാം ഈ കല്യാണത്തിന് വന്നതുകൊണ്ടും അവര് സോംബികളായി മാറി അവിടെയുള്ള മറ്റുള്ളവരെയും കടിച്ച് സോംബികളാക്കി. ഇപ്പൊ പുറത്ത് നടക്കുന്ന ഒരു കാര്യവും അറിയാതെ ഹീ അവളുടെ വീട്ടിൽ കിടന്നുറങ്ങുമായിരുന്നു. ഉറക്കമുണർന്ന് പുറത്തേക്ക് വന്നതും ഒരു സോംബി അവളെ കടിക്കാനായിട്ട് വന്നു. അവളും അവിടുന്ന് ഓടി പെട്രോൾ ബങ്കിന്റെ അടുത്തേക്ക് വന്നതും ഷോപ്പിങ്ങിന് പോയ ചേട്ടനും ചേട്ടത്തിയും അപ്പോഴേക്കും തിരിച്ചു വന്നിരുന്നു. അവരോട് പോയി സോംബി കടിക്കാൻ വന്നെന്ന് പറഞ്ഞതും സോംബി അവരുടെ നേർക്ക് ഓടി വന്നു. ചേട്ടത്തിയാണെങ്കിൽ അവളുടെ കയ്യിലെ ഫ്രൈങ് പാൻ എടുത്ത് ആ സോംബിയുടെ തലക്കിട്ടൊന്ന് കൊടുത്ത് അയാളെ വീഴ്ത്തി. ഇത് അവിടേക്ക് വന്ന ഒരു പോലീസുകാരൻ കണ്ട് എന്തിനാണ് ഒരു പാവത്തിനെ ഇട്ട് അടിക്കുന്നത് എന്ന് ചോദിച്ച് ആ സോംബിയെ ഈ പോലീസുകാരൻ അയാളുടെ പിന്നിലേക്ക് നിർത്തി. ഈ സോംബിയും ആ പോലീസുകാരന്റെ കഴുത്തിന് കടിച്ച് അയാളെ ഒരു സോംബിയാക്കി മാറ്റി. ഇപ്പൊ അവിടേക്ക് ഒരുപാട് സോംബികൾ വരുന്നുണ്ട്. ഇത് കണ്ട് പെട്ടെന്ന് തന്നെ ഇവർ വീടിനകത്തേക്ക് കയറി ജനലും വാതിലൊക്കെ അടച്ച് സേഫ് ആയിട്ട് വീടിനകത്തിരുന്നു. ഇത്രയും സോംബികളുടെ ഇടയിൽ ഇവരെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്നു അറിയില്ല. പക്ഷെ ഇതിനു മുമ്പ് ജൂൺ സോംബികളുടെ അടുത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണം, എന്തൊക്കെയാണ് അതിന്റെ വഴികൾ എന്നൊക്കെ ഒരു ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. അത് ഈ ഫാമിലിയിലുള്ള എല്ലാവരും വായിച്ച് എവിടെയൊക്കെയാണോ സോംബികൾ കടിക്കുന്നത് അവിടെയെല്ലാം സെക്യൂർഡ് ആയിട്ട് കവർ ചെയ്തു. അതേസമയം ജൂൺ സോംബികളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ബസ്സിനിടയിൽ ഒളിച്ചിരുന്നു. പിന്നെ ഇവന് കുറച്ച് ബുദ്ധി കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വണ്ടി എടുത്ത് സ്പീഡിൽ വീട് ലക്ഷ്യമാക്കി വന്നു. ഇവിടെ വീട്ടിലാണെങ്കിൽ പുറത്തുള്ള സോംബികള് ഓരോരുത്തരായി വീടിനകത്തേക്ക് പ്രവേശിച്ചു തുടങ്ങിയിരുന്നു. ഇവര് രക്ഷപ്പെടാനായിട്ട് ജീവനും കൊണ്ട് ഓടുന്ന സമയത്ത് പെട്ടെന്ന് ചേട്ടത്തിയെ കാണുന്നില്ല. അവൾ എവിടെ പോയെന്ന് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലും അവൾ ആ പണപ്പെട്ടി എടുക്കാൻ പോയതായിരുന്നു. ജസ്റ്റ് മിസ്സിന് സോംബിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് ജനൽ വഴി അവരുടെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീടിന്റെ ടെറസിലേക്ക് കയറി. അപ്പോഴും സോംബികൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയം ജൂണും വണ്ടിയിൽ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് സോംബികളെ ഒതുക്കാൻ വേണ്ടി മാസായിട്ട് വണ്ടിയിലുണ്ടായിരുന്ന പടക്കങ്ങളൊക്കെ സോംബികളുടെ മേലേക്കിട്ട് പൊട്ടിക്കാൻ ആരംഭിച്ചു. ഇതെല്ലാം വീടിന് മുകളിൽ ഇരുന്ന് കണ്ട ചേട്ടനും എടാ പൊട്ട അവിടെ പെട്രോൾ പമ്പ് ഉള്ളതാണ് പൊട്ടിത്തെറിക്കുമെന്ന് വിളിച്ചു പറഞ്ഞതും അപ്പോഴാണ് ആ മണ്ടനും അത് ഓർമ്മ വന്നത്. എന്നിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി അവൻ ചേട്ടന്റെ അടുത്തേക്ക് ഓടി. വണ്ടിയിലുള്ള പടക്കങ്ങളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ട് എല്ലാ സോംബികളും വണ്ടിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ വണ്ടിയുടെ പിന്നില് ഒരുപാട് വാണപ്പടക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനും തീ പിടിച്ച് ഓരോന്നായി ആകാശത്തേക്ക് പോയി പൊട്ടാൻ തുടങ്ങി. അതിന്റെ സൗണ്ടും ലൈറ്റും ഒക്കെ കണ്ട് ആ നാട്ടിലുള്ള എല്ലാ സോംബികളും ഇപ്പൊ ഹീയുടെ വീട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സോംബികളുടെ കൂട്ടത്തിൽ നമ്മുടെ ജോങ്ങും ഉണ്ടായിരുന്നു. ഇവിടെ ഈ ചേട്ടത്തിക്ക് ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ പ്രസവ വേദനയും വന്നു. ഇനി എന്ത് ചെയ്യുന്നറിയാതെ നിൽക്കുമ്പോ അപ്പൊ ജൂണും ഒരു സൂപ്പർ ഐഡിയ കൊടുത്തു. അതായത് ജോങ് താമസിച്ച വാനില് അവന്റെ ഡ്രസ്സ് ഉണ്ടാവും. ആ ഡ്രസ്സ് ധരിച്ച് സോംബികളുടെ ഇടയിൽ കൂടെ പോയാൽ അവർക്ക് നമ്മൾ മനുഷ്യരാണെന്ന് കണ്ടുപിടിക്കാൻ
കണ്ടുപിടിക്കാൻ പറ്റില്ല. പുറത്തുള്ള കാർ ഈസി ആയിട്ട് എടുക്കാമെന്നും പറയും. അങ്ങനെ പ്ലാൻ ചെയ്ത പോലെ ജോങ്ങിന് ഡ്രസ്സ് എടുത്തിട്ട് ഇവര് സോംബികളുടെ നടുവിലൂടെ നടന്നു. ഇവന്മാർക്ക് സോംബികളെ പോലെ അഭിനയിക്കാൻ അറിയില്ല, നല്ല പേടിയുമുണ്ട്. എന്നാലും ധൈര്യം സംഭരിച്ച് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ വന്ന് കയറിയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് വണ്ടിയിൽ കീ ഇല്ലായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. ഈ ജൂൺ പൊട്ടനാണെങ്കിൽ ലൈറ്റ് ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തതും ലൈറ്റ് കണ്ട് എല്ലാ സോംബികളും വണ്ടിയുടെ അടുത്തേക്ക് വന്നു. ഇവരുടെ കഥ കഴിഞ്ഞെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പുല്ല് വെട്ടുന്ന മിഷൻ എടുത്ത് കീ അവിടേക്ക് വന്നത്. എന്നിട്ട് എല്ലാവരും വണ്ടിയുടെ അടുത്ത് നിന്ന് മാറണം, അല്ലെങ്കിൽ കൊന്നു കളയും എന്നൊക്കെ പറയുന്നത് കേട്ട് സോംബികളുണ്ട് അനുസരിക്കുന്നു. അവര് നേരെ ഇവളുടെ അടുത്തേക്ക് വന്നു. ഇവളെ പിടിച്ചുവെന്ന് കരുതി നോക്കുമ്പോ എല്ലാ സോംബികളും അനങ്ങാതെ നിൽക്കുന്നത് അവള് കണ്ടു. കാരണം നമ്മുടെ നായകൻ ജോങ് സോംബികളുടെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും ഈ അവനെ തന്നെ നോക്കി നിന്നു. ആ സമയം വേറൊരു സോംബി പോയി കറണ്ട് കമ്പിയിൽ പിടിച്ചതും അവിടെ ഷോർട്ട് സർക്യൂട്ടായി പെട്രോൾ ബങ്കിനകത്ത് നിന്ന് പാട്ട് ഓൺ ആവുകയും ചെയ്തു. ഇപ്പൊ പാട്ട് കേട്ടതും സോംബികളെല്ലാം ഹീനെ വിട്ട് ആ പാട്ട് കേൾക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധ തിരിച്ചു. ഈ ഗ്യാപ്പിൽ ചേട്ടൻ ട്രക്കിന്റെ കീ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതും പാട്ട് നിന്നു. സോംബികളെല്ലാം ചേട്ടന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്നാണ് ചേട്ടത്തി പ്രസവിച്ച് കുഞ്ഞ് കരയുന്ന സൗണ്ട് വന്നത്. സോംബികളെല്ലാം ആ സൗണ്ടിന് നേരെ നടന്നു. ഇത് കണ്ട ചേട്ടനും ഭാര്യയോടും കുഞ്ഞിനോടുമുള്ള സ്നേഹം കൊണ്ട് സോംബികളെ വഴി മാറ്റി വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. അപ്പൊ ജൂണും എങ്ങനെയെങ്കിലും ട്രക്കിന്റെ കീ എടുത്തോണ്ട് വാ, അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന് വിളിച്ചു പറയുന്നതും ചേട്ടനും എങ്ങനെയൊക്കെയോ സോംബികളോട് മല്ലിട്ട് കീ എടുക്കാനായിട്ട് പോയി. ഇവിടെ ചേട്ടത്തിലുള്ള സ്ഥലത്ത് ഒരു സോംബി വരാൻ നോക്കിയതും ഭാഗ്യത്തിന് ഹീ അവിടേക്ക് വന്ന് അവനെ അടിച്ചിട്ട് ചേട്ടത്തിയെ രക്ഷിച്ചു. അതുപോലെ തന്നെ ആ വണ്ടിക്ക് ചുറ്റും സോംബികൾ നിൽക്കുന്നുണ്ട്. ഹീയും മറ്റൊന്നും ചിന്തിക്കാതെ പുല്ല് വെട്ടുന്ന മെഷീൻ എടുത്ത് അവിടെയുള്ള സോംബികളെയൊക്കെ വെട്ടിമാറ്റി. ഇവളുടെ പിന്നിലാണ് ജോങ് നിൽക്കുന്നത്. ഇപ്പുറത്ത് ഈ ചേട്ടൻ എങ്ങനെയൊക്കെയോ ട്രക്കിന്റെ കീ എടുത്ത് ജൂൺ എറിഞ്ഞു കൊടുത്തു. പക്ഷെ ചേട്ടന് പുറത്ത് വരാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇവന്റെ സോംബികൾ പിടിച്ച് കടിച്ചിരുന്നു. എന്നിട്ട് ചേട്ടൻ എന്റെ ഭാര്യയും കുഞ്ഞിനെയും രക്ഷിക്കണം, നമ്മുടെ അനിയത്തിയെയും നന്നായി നോക്കണം എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ സോംബികളുടെ ഇടയിലേക്ക് പോയി. ജൂൺ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തതും അതിലെ റോപ്പ് ചേട്ടത്തിയുള്ള വണ്ടിയുമായി അത് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനും വണ്ടി റേസ് ചെയ്യുന്ന സമയത്ത് ആ റോപ്പ് ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോയി. ഇപ്പുറത്ത് ഹീക്ക് സോംബികളെ മാനേജ് ചെയ്യാൻ കഴിയാതെ വണ്ടിയിൽ വന്ന് കയറി. പുറത്ത് നിൽക്കുന്ന ജോങ്ങിനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ല. കാരണം ഹീയെ രക്ഷിച്ച് അവൻ അവിടെയുള്ള എല്ലാ സോംബികളുമായും മൽപ്പിടുത്തം നടത്തുകയായിരുന്നു. ഇവിടെ ജൂൺ ട്രക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പെട്രോൾ പങ്കിലെ പെട്രോൾ പൈപ്പ് പൊട്ടി പെട്രോൾ എല്ലാം മഴയായിട്ട് പെയ്യാൻ തുടങ്ങി. അവിടെയുള്ള സോംബികളെല്ലാം ഇപ്പൊ പെട്രോളിൽ നനഞ്ഞു. ആ സമയം ഈ ചേട്ടൻ മരിച്ചിരുന്നില്ല. തുണി മേലിൽ മൊത്തം ചുറ്റിയിരുന്നത് കൊണ്ട് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇപ്പൊ ട്രക്കിനകത്ത് വന്ന് കയറി. ജൂൺ പെട്ടെന്ന് ട്രക്ക് മൂവ് ചെയ്തതും ട്രക്കിൽ കണക്ട് ആയിരുന്ന വണ്ടിയും പുറത്തേക്ക് വന്നു. പക്ഷെ ജോങ് വണ്ടിയിൽ കയറിയിട്ടില്ലല്ലോ. അവനും മരിക്കാൻ പോവാണല്ലോ എന്ന് ഓർത്ത് ഈ ഉറക്കെ കരഞ്ഞു. അവള് പോകുന്നത് നോക്കി നിന്ന ജോങ്ങും ഈ ഇടയ്ക്കിടയ്ക്ക് അവന്റെ പേര് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ ജോങ് കഷ്ടപ്പെട്ട് അവന്റെ പേര് പറഞ്ഞതും ഇത് കേട്ട സോംബീസ് എല്ലാവരും അവന് നേരെ വന്നു. ജോങ്ങും ഈ സോംബികളെ ഇല്ലാതാക്കാൻ ഇവന് മാത്രമേ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരു ലൈറ്റ് ഓൺ ചെയ്ത് അവിടെയുള്ള പെട്രോളിലേക്ക് വലിച്ചെറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ പെട്രോൾ ബങ്ക് മൊത്തം ബ്ലാസ്റ്റ് ആയി. ആ ബ്ലാസ്റ്റിലെ എല്ലാ സോംബികളും ഇല്ലാതായി. ഇവിടെ സോംബികളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ഹീയും ഫാമിലിയും ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചേട്ടന് സോംബിയുടെ കടി കിട്ടി സോംബിയായി മാറിയത് ജൂൺ ശ്രദ്ധിച്ചത്. എന്നിട്ട് ജൂണും ഹീയും ചേട്ടത്തിയും കുഞ്ഞും വണ്ടിയിൽ നിന്നിറങ്ങി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ചു നിന്നു. അപ്പോഴാണ് അവിടെയുള്ള ടണൽ വഴി ഹവായ്ക്ക് പോയ ഇവരുടെ അച്ഛൻ തിരിച്ചു വരുന്നത് കണ്ടത്. പുള്ളിക്കാരൻ ട്രിപ്പെല്ലാം കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ അച്ഛനും ഇവരുടെ അടുത്ത് വന്ന് മൂത്ത മകനെ കണ്ട് ഇവനെന്താ ഡാൻസ് കളിക്കുന്നതെന്ന് ചോദിച്ചതിന് ജൂനും എല്ലാത്തിനും കാരണം നിങ്ങളാണ്, നിങ്ങളെയല്ലേ ആ സോംബി ആദ്യം കളിച്ചത്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സോംബി ആവാത്തതെന്ന് ചോദിച്ചതിന് അച്ഛനും ഉത്തരവില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ സൗത്ത് കൊറിയ മൊത്തം സോംബികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ സോംബികളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഹീയുടെ ഫാമിലി പഠിച്ചിരുന്നു. എന്നിട്ട് ഹീ വാനിൽ നിന്ന് പുറത്തിറങ്ങി സോംബി റെഡി ആണല്ലോ എന്ന് ചോദിച്ചതും അപ്പൊ നമ്മുടെ ജോങ് പുറത്തേക്ക് വരും. ഇപ്പൊ അവൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു മനുഷ്യനായി മാറിക്കഴിഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനമായിട്ട് ആ ബ്ലാസ്റ്റില് ജോങ്ങിന്റെ മേലെ ഒരുപാട് സോംബികൾ വന്ന് കിടന്നത് കൊണ്ട് അവനൊന്നും സംഭവിച്ചില്ല. അവൻ രക്ഷപ്പെട്ടിരുന്നു. അതുപോലെ മനുഷ്യനായും മാറി. ഇപ്പൊ ഇവരുടെ അച്ഛൻ ഒരു സോംബിയുടെ കൈ കടിച്ചതും ആ സോംബി വീണ്ടും മനുഷ്യനായിട്ട് മാറി. ചിലപ്പോ ജോങ് ആദ്യമായിട്ട് ഇയാളെ കടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഇയാളുടെ ശരീരത്തിൽ സോംബി വൈറസിനെ നശിപ്പിക്കാനുള്ള ശക്തി കിട്ടി. അതിനുശേഷം അയാളുടെ അടുത്തുനിന്ന് കടി കിട്ടാനായി ഒരുപാട് സോംബികൾ ക്യൂ നിൽക്കുന്നുണ്ട്. വരുന്ന സോംബികളെല്ലാം ഈ അച്ഛൻ കടിച്ച് വീണ്ടും മനുഷ്യരാക്കി മാറ്റുന്നുമുണ്ട്. ഇതിൽ കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് പറയുന്നതൊന്നും വെറുതെ അല്ല. ജോങ്ങിനെ കൊണ്ട് എല്ലാവരെയും കടിപ്പിച്ച് സോംബിയാക്കി മാറ്റിയത് ഹീയുടെ അച്ഛനാണ്. എന്നാൽ ഇപ്പോ സോംബികളെ മനുഷ്യനാക്കി മാറ്റാൻ ഹീയുടെ അച്ഛൻ സോംബികളെ പിടിച്ച് കടിക്കുന്നു. അങ്ങനെ ഈ സിനിമ അവസാനിക്കും. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.